ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ ടോപ്പിക്കാണ്. അതുമാത്രമല്ല ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. നമ്മൾ എന്നും സെൻറ്റൻസ് ഉണ്ടാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്, അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ സെൻറ്റൻസ് പറയുന്നതോടൊപ്പം നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡും കൂടി നമ്മൾ പഠിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ കാണുന്ന ഫുള്ള് വർക്കുകളും ഉള്ളത്. കാരണം ഞാനിവിടെ സെൻറ്റൻസ് പറയും, അതിൻ്റെ സെൻറ്റൻസ് മലയാളം പറയും, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ ഓരോന്നായിട്ട് അറിയിക്കണം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, ഈ ഒരു വീഡിയോ അങ്ങനെ ആവട്ടെ കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. കഴിയാത്തവർ അതിൻ്റേതായ കാരണം എന്നാലും നമ്മുടെ ക്ലാസ് സ്ഥിരമായി കാണുന്നവർക്ക് ഒന്നോ രണ്ടോ ആൻസറിങ്ങിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ചിലതിൽ വെർബുകളായിരിക്കും, ചിലതിൽ ഓക്സിലറീസ് ആയിരിക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ ആൻസർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് സെൻറ്റൻസ് കംപ്ലീറ്റും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നാളെ അവൾ ഇങ്ങോട്ട് വരും. നാളെ അവൾ ഇങ്ങോട്ട് വരും. സിമ്പിളായ സെൻറ്റൻസ് ആണല്ലേ? അപ്പോൾ നാളെ അവൾ ഇങ്ങോട്ട് വരും എന്ന് പറയുന്നത് നാളത്തെ കാര്യമാണ്. അപ്പോൾ സെൻറ്റൻസ് ഇതാണ്, ഷീ ഡേസ് കം ഹിയർ. ഇവിടെ നമ്മൾ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നാളെ അവൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ കാര്യമാണ്, നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോയിരിക്കുന്നത് എന്താണ്? ഒരു ഓക്സിലറിയാണ്. ഏതാണ് ആ ഓക്സിലറി എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഷീ ഡേഷ് കം ഹിയർ എന്നെഴുതാൻ പറ്റുമെങ്കിൽ അതുകൂടി ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഒരുപാടാകുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ അവിടെ ഇങ്ങോട്ട് വരും. ഷീ ഡേഷ് കം ഹിയർ. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈസ്, ആർ, വിൽ എന്നാണ് ഓപ്ഷൻസ്. ഇതാണ് ഓപ്ഷൻസ് ഇവിടെ. അപ്പോൾ ഷീ ഡേഷ് കം ഹിയർ ടുമോറോ. നാളെ അവൾ ഇങ്ങോട്ട് വരും. അതിൻ്റെ ഓപ്ഷൻസ് ഏതാണ്? ഈസ് ഉണ്ട്, ആർ ഉണ്ട്, വില്ലുണ്ട്. ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. ഓക്കെ, രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, നാളെ നീ ഇങ്ങോട്ട് വരുമോ? നാളെ നീ ഇങ്ങോട്ട് വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നാളെ നീ ഇങ്ങോട്ട് വരുമോ എന്നാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഏതാണ് നമ്മുടെ ഓക്സിലറി? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വിൽ യു എന്നുണ്ട്, ആർ യു എന്നുണ്ട്, ഈസ് യു എന്നുണ്ട്. ഏതായിരിക്കും? സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഇന്ന് ചിലപ്പോൾ അവൻ വരും. ഇന്ന് ചിലപ്പോൾ അവൻ വരും. ഇതേതായിരിക്കും? ഇന്ന് ചിലപ്പോൾ അവൻ വരും. സെൻറ്റൻസ് ഇതാണ്, മേ ബി, ചിലപ്പോൾ അല്ലെങ്കിൽ സംടൈംസ് എന്ന് യൂസ് ചെയ്യാം. മേ ബി ഹി വിൽ ഡേഷ് ടുഡേ. മേ ബി ഹി വിൽ ഡേഷ് ടുഡേ. ഇന്ന് ചിലപ്പോൾ അവൻ വരും എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ്, ഇവിടെ ഏതാ പോയത്? വെർബാണ് നമ്മൾ പോയത്, അല്ലേ? നമ്മളെ വെർബാണ് പോയത്, വരും എന്നുള്ള വെർബാണ് പോയത്. പക്ഷേ ഇന്ന് ചിലപ്പോൾ അവൻ വരും, വരാനിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മേ ബി ഹി വിൽ ടുഡേ എന്നാണ്. അപ്പോൾ ഇവിടെ കം ഉണ്ട്, കമ്മിങ് ഉണ്ട്, കംസ് ഉണ്ട്. ഏതായിരിക്കും? സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഇന്നലെ നീ സ്കൂളിൽ പോയില്ലേ? ഇന്നലെ നീ സ്കൂളിൽ പോയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇന്നലത്തെ കാര്യമാണ്, ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് ഇതാണ്, ഇന്നലെ നീ സ്കൂളിൽ പോയില്ലേ? Didn't you go dash school yesterday? Didn't you go, നീ പോയില്ലേ, ഡാഷ് സ്കൂൾ yesterday. ഇന്നലെ നീ സ്കൂളിൽ പോയില്ലേ? അപ്പോൾ ഇവിടെ പോയത് അതൊരു പ്രിപ്പോസിഷനാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഏതൊക്കെയാണെന്നുള്ള പ്രിപ്പോസിഷൻ എന്നുള്ളത് അറിയാമെങ്കിൽ നമുക്കിവിടെ ഈസി ആയിരിക്കും. ഇവിടെ ഞാൻ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എ ആൻഡ് ടു എന്നാണ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ മുമ്പിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇന്നലെ നീ സ്കൂളിൽ പോയില്ലേ? അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഈ തന്ന ഓപ്ഷനിൽ ഏതാണ് സ്യൂട്ടായത് എന്നുള്ളത് കമൻ്റ് അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഇന്നലെ ഞാൻ സ്കൂളിൽ പോയിരുന്നു. ഇന്നലെ ഞാൻ സ്കൂളിൽ പോയിരുന്നു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ സ്കൂളിൽ പോയി എന്നാണ് ഇവിടെ പറയുന്നത് സെൻറ്റൻസ്.
ഡേഷ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഐ ഡേഷ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഇവിടുത്തെ വെർബാണ് പോയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഐ തന്നിട്ടുണ്ട്, ഡേഷ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഗോ, ഗോയിങ്, വെന്റ്. പോയി അല്ലെങ്കിൽ പോയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും ഇവിടുത്തെ വെർബ് വരിക? ഗോ ആണോ, ഗോയിങ് ആണോ, വെന്റ് ആണോ? ഓക്കെ. നെക്സ്റ്റ്, ഇന്നലെ എനിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. ഇന്നലെ എനിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പറയാറുണ്ട്, കഴിഞ്ഞില്ല എന്നാണ് കേട്ടോ, കഴിഞ്ഞില്ല എന്നാണ്. ഐ ഡേഷ് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. ഐ ഡേഷ് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. ഐ കഴിഞ്ഞതിന് ശേഷം അവിടെ ഡേഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ എന്നാണ്. ഇന്നലെ എനിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. എന്തായിരിക്കും ഓപ്ഷൻസ്? കാൻറ്റ്, വോണ്ട്, കുഡിൻറ്റ്. കാൻറ്റ്, വോണ്ട്, കുഡിൻറ്റ്. കാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല എന്നാണ്. വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ ഇന്നലത്തെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കുഡിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്നാണ്. ഇത്ര വരെ ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഞങ്ങൾ ഇന്ന് രാത്രി പുറപ്പെടും. ഞങ്ങൾ ഇന്ന് രാത്രി പുറപ്പെടും. വരാനിരിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ഞങ്ങളാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. എങ്ങനെയാണ് പറയുക? അപ്പോൾ ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആണ്. പുറപ്പെടുക ലിവ് ആണ്. ഇന്ന് രാത്രി, ഇന്ന് രാത്രി എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുക? ഞങ്ങൾ ഇന്ന് രാത്രി പുറപ്പെടും. വി ലിവ് ഡേഷ്. ടുഡേ നൈറ്റ്, ടുനൈറ്റ്, നൈറ്റ്. ഏതാണെന്ന് നിങ്ങൾ പറയുക. ടുഡേ ആണോ, ടുനൈറ്റ് ആണോ, അല്ലെങ്കിൽ വെറും നൈറ്റ് എന്നാണോ എന്നുള്ളത് അറിയിക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, ഷാനു ഇന്ന് രാവിലെ കുളിച്ചില്ല. ഷാനു ഇന്ന് രാവിലെ കുളിച്ചില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ വൈകുന്നേരമോ ഉച്ചയ്ക്കോ രാത്രിയോ ഒക്കെയാണ്. കഴിഞ്ഞു പോയൊരു കാര്യമാണ്. രാവിലത്തെ കാര്യം പറയുന്നത് കുറച്ച് ടൈം എടുത്തിട്ടാണ്. അപ്പം ഏതാണ് നമ്മുടെ ഓക്സിലറി എന്നുള്ളതാണ്. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഷാനു ഇന്ന് രാവിലെ കുളിച്ചില്ല. ഓക്കെ. ഏതാണ്? ഷാനു ഡേഷ് ടേക്ക് ബാത്ത് ദിസ് മോർണിംഗ്. ഷാനു ഡേഷ് ഇവിടെ പോയിരിക്കുന്നത് ഓക്സിലറിയാണ്. ഷാനു ഡേഷ് ടേക്ക് ബാത്ത് ദിസ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഡിഡിൻറ്റ്, ഡോണ്ട്, ഡസിൻറ്റ്. ഏതായിരിക്കും? കുളിച്ചില്ല എന്നാണ്. അറിയാലോ. ഇനി ഒരൊറ്റ സെൻറ്റൻസ് കൂടി ഉണ്ട്, അതും കൂടി നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അവസാനത്തെ സെൻറ്റൻസ് ആണ്. ഷെറിൻ ഇന്ന് വൈകുന്നേരം പിസ്സ കൊണ്ടുവരും. ഷെറിൻ ഇന്ന് വൈകുന്നേരം പിസ്സ കൊണ്ടുവരും. എന്നെങ്ങനെ പറയാം? കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വരാനിരിക്കുന്ന കാര്യമാണ്. ഇന്ന് വൈകുന്നേരമാണ് കൊണ്ടുവരിക. എങ്ങനെ പറയാ? അപ്പോൾ ഷെറിൻ വിൽ ഡേഷ് ദ പിസ്സ ദിസ് മോർണിംഗ്. ഷെറിൻ വിൽ ഡേഷ് ദ പിസ്സ ദിസ് മോർണിംഗ്. കൊണ്ടുവരും എന്നുള്ള ആ ഒരു വെർബാണ് നമുക്ക് കിട്ടേണ്ടത്. ഓപ്ഷൻസ് ബ്രോട്ട് ഉണ്ട്, ബ്രിങ് ഉണ്ട്, ബ്രിങ്ങിങ് ഉണ്ട്. ബ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ബ്രിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഏത് ഫോമാണ് നമുക്കിവിടെ ആവശ്യം എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഷെറിൻ വിൽ ഡേഷ് ദ പിസ്സ ദിസ് മോർണിംഗ്. അപ്പോൾ ഷെറിൻ വിൽ ഡേഷ് ദ പിസ്സ ദിസ് മോർണിംഗ്. ഷെറിന് വൈകുന്നേരം പിസ്സ കൊണ്ടുവരും. അവിടെ ബ്രോട്ട് ആണോ, ബ്രിങ് ആണോ, ബ്രിങ്ങിങ് ആണോ നമുക്ക് സ്യൂട്ടായത് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 8, 10, 9, 10 ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നും ഞാനാണ് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ ഈ വർക്കുകളൊക്കെ ചെയ്ത് തരിക. ഓക്കെ. നിങ്ങളതിൻ്റെ ആൻസർ മാത്രം ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. കഴിയുന്നവരൊക്കെ ചെയ്യുക. കഴിയുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് എന്താണോ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം അത് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വർക്കുകൾ നിങ്ങൾ പഠിക്കുന്ന മക്കളില്ലേ, ഇത് കാണുന്നത് മേ ബി രക്ഷിതാക്കളാണെങ്കിൽ ഇപ്പം 8, 9 അതുപോലെ തന്നെ 5th മുതൽ ഈസാറാമൊക്കെ പഠിച്ച് വരുന്നുണ്ട് മക്കൾ. പഠിക്കുന്ന മക്കൾക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അതായത് സ്കൂൾ ഗ്രൂപ്പിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മക്കൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും. സ്കൂള് കോളേജ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുമല്ലോ നിങ്ങളെ ഫോണിൽ, അതിലെ മക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ മക്കളോട് ഇതൊന്ന് ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, ഇനി സ്റ്റുഡൻ്റാണിത് കാണുന്നതെങ്കിൽ പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതുപോലെയുള്ള വർക്കുകൾ ഇനിയും നമുക്കിടാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.